നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഇന്ത്യ US കരാറിനെയും കേന്ദ്ര ബജറ്റിനെയും ലോക്സഭയിൽ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി. കരാറിന്റെ പേരിൽ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റെന്ന ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ എപ്സ്റ്റൈൻ ഫയൽ സംബന്ധിച്ച പരാമർശങ്ങൾ വിലക്കി ചെയർ. കോൺഗ്രസിന് അസഹിഷ്ണുതയെന്ന് ഭരണപക്ഷം. രാഹുൽ കോമാളിയെന്നും വാക്കുകൾക്ക് തമാശയുടെ വിലയെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. എപ്സ്റ്റൈനെ കണ്ടത് ജോലിയുടെ ഭാഗമായെന്നും കേന്ദ്രമന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും തിരിച്ചടി. ബോർഡിന് ചെലവായത് 3,40,00,000 രൂപയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടെന്നും ദേവസ്വം ബോർഡ് മറുപടി നൽകണമെന്നും ഹൈക്കോടതി. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം മിനിറ്റ്സിലില്ലെന്നും കണ്ടെത്തൽ. അയ്യപ്പ സംഗമവും SIT അന്വേഷിച്ചേക്കും. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിച്ചു. അവശ്യ സർവീസുകളെ ഒഴിവാക്കും. കടകൾ തുറക്കില്ല, വാഹനങ്ങൾ ഓടില്ല. പ്രതിഷേധം ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS സമരത്തിൽ പങ്കെടുക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിലപാട് കടുപ്പിച്ച സുപ്രീം കോടതി. ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്നും ശബരിമല കൊടിമരത്തിലെ സ്വർണം വരെ അടിച്ചുമാറ്റിയെന്നും ഓർമ്മിപ്പിച്ച കോടതി. സ്വാഭാവിക ജാമ്യം ലഭിച്ച ദേവസ്വം മുൻ കമ്മീഷണർ N വാസു പുറത്തേക്ക്. ജാമ്യം ലഭിച്ചത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റിനുള്ള സ്റ്റേ സുപ്രീം കോടതി നീട്ടി. ഔദ്യോഗിക പരിപാടികളിൽ ഇനി വന്ദേ മാതരം നിർബന്ധം. പുതിയ മാർഗരേഖ പുറത്തിറക്കിയ ആഭ്യന്തര മന്ത്രാലയം. സർക്കാർ ചടങ്ങുകളിലും രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന പരിപാടികളിലും സ്കൂളുകളിലും വന്ദേ മാതരം ആലപിക്കണം. കേന്ദ്ര ബജറ്റിനെയും ഇന്ത്യ US കരാറിനെയും വിമർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിക്കും രൂക്ഷ വിമർശനം. വ്യാപാര കരാർ ഉണ്ടാക്കിയതിൽ ഡാറ്റാ സംരക്ഷണം ഉറപ്പാക്കിയില്ല. എപ്സ്റ്റൈൻ ഫയൽ പരാമർശിച്ച രാഹുൽ ഗാന്ധിയെ ചെയർ തടഞ്ഞു. കോൺഗ്രസിന് അസഹിഷ്ണുതയെന്ന് ഭരണപക്ഷം ആരോപിച്ചു. ദുർഘടമായ സമയത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒന്നും കേന്ദ്ര ബജറ്റിൽ ഇല്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ US കരാറിൽ എന്തെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. ട്രംപിന് മുന്നിൽ കേന്ദ്രം കീഴടങ്ങി. നിങ്ങൾ ഇന്ത്യയെ വിറ്റുവെന്നും ലജ്ജ തോന്നുന്നില്ലേ എന്നും രാഹുൽ ചോദിച്ചു. That you have sold India. Are you not ashamed of selling India? Yes. You have sold our mother, Bharat Mata. Do you have no shame? He has sold India because they are choking him. They've got a grip on his neck. വിവാദമായ എപ്സ്റ്റൈൻ ഫയൽ വിഷയവും രാഹുൽ സഭയിൽ ഉയർത്തി. US-ലെ അദാനിക്കെതിരായ കേസും പരാമർശിച്ചു. ഇതോടെ സഭയിൽ ബഹളം തുടങ്ങി. പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടു. സർ, ദോ ചീസേ സർ. एक सर एप्स्टीन केस सर 3 million files are still locked up. उसका इस विषय से कोई संबंध नहीं. I will not allow you. രാഹുലിന്റെ പരാമർശം ചട്ടവിരുദ്ധമാണെന്ന് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. തെളിവില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് കിരൺ റിജിജു പറഞ്ഞു. He is the leader of opposition. All the points he has made have serious repercussion. He must authenticate on all the allegations he has made. കോൺഗ്രസിന് അസഹിഷ്ണുതയാണെന്നും ഭരണപക്ഷം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP രംഗത്ത്. രാഹുൽ കോമാളിയെന്നും വാക്കുകൾക്ക് തമാശയുടെ വിലയെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. താൻ ജോലി ചെയ്ത സന്നദ്ധ സംഘടനയുടെ ഭാഗമായി എപ്സ്റ്റൈനെ കണ്ടിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ വ്യക്തിയായിട്ടാണ് താൻ എപ്സ്റ്റൈനെ കണ്ടത്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്നില്ല എന്നും 8 വർഷം താൻ ന്യൂയോർക്കിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. एक संविधान की कॉपी लेके जो सेलोफीन पेपर में रैप थी, he was waving in the air. तो उनके सारे कार्डर भी they were waving that copy of the constitution in the air. और किसी ने बाद में सेलोफीन कवरिंग निकाली और कहा कि देख तो लो ये कौन सी कॉन्स्टिट्यूशन की आप बात कर रहे हो. But on the one hand you have leaders who dedicate their lives to transforming the country, who work around the clock, and then you have elements of buffoonery. I'm choosing my words carefully. Elements of buffoonery. I did not call him a buffoon. I said elements of buffoonery. क्योंकि ये होता है, इधर की बात उधर की बात.
तो मैं आपको याद करवाना चाहता हूं, क्योंकि आज उन्होंने ड्यूरिंग द सेशन मेरा नाम लिया इन द कॉन्टेक्स्ट ऑफ सम डेवलपमेंट्स एल्सवेयर, द एप्स्टाइन फाइल्स, तो मैं आई जस्ट वांट टू शेयर सम इंफॉर्मेशन विद यू। पिछला जो संविधान दिवस हुआ वो था शायद 26 नवंबर को 2025 में। मैं भी था वहां पे। इट वाज इन दी सेंट्रल हॉल ऑफ पार्लियामेंट, जो हमारी पुरानी बिल्डिंग का है। सो കരസേനാ മുൻ മേധാവി MM നരവനെയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ചോർന്നതിൽ കൂടുതൽ നടപടികളിലേക്ക് ഡൽഹി പോലീസ്. സ്പെഷ്യൽ സെല്ലാണ് വിശദമായ അന്വേഷണം നടത്തുക. പെൻഗ്വിൻ റാൻഡം ഹൌസിന് നോട്ടീസ് അയച്ചു. പുസ്തകത്തിന്റെ ഏക പ്രസിദ്ധീകരണാവകാശം തങ്ങൾക്കാണെന്ന് പെൻഗ്വിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കാത്തിരിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചില്ലെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. പെൻഗ്വിൻ റാൻഡം ഹൌസിന്റെ നിലപാട് കരസേനാ മുൻ മേധാവി MM നരവനെയും ശരിവച്ചിരുന്നു. വിവിധ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് വിവരം തേടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട BJP നേതാക്കൾ രംഗത്തെത്തി. किस दुनिया में रहते हैं, किस विचार से काम करते हैं, मैं तो उसको मैं समझ नहीं पा रहा हूँ। लेकिन बाकी जो समझदार है कांग्रेस में, अगर एक दो सीनियर समझदार लोग हैं तो वो समझाए कि पार्लियामेंट ऐसा नहीं चल सकता है और देश का सुरक्षा के बारे में आप इस तरह से यहाँ बच्चे वाला हरकतें ना करें। സത്യം പുറത്തുവരുന്നത് തടയാനുള്ള BJP സർക്കാരിന്റെ ശ്രമമെന്നാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. കേന്ദ്ര സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ചോദിച്ചു. തങ്ങൾക്ക് ഭയമില്ലെന്നും പൂർണ്ണമായും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. How much scared they are showing on this issue? Why they are afraid of all these things? We are not afraid. Whatever they want to do, let them do it. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കുന്നതിൽ നിന്നും തടയുന്നത് ജനാധിപത്യ വിരുദ്ധമെന്ന് PJ കുര്യനും പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് വെറും സാങ്കേതികത്വം ഉയർത്തിപ്പിടിച്ചു, അത് ശരിയല്ലാത്ത സാങ്കേതികത്വം ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ ചൈനീസ് അതിർത്തിയിലെ സംഭവത്തെക്കുറിച്ചുള്ള ഭാഗം പരാമർശിച്ചുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ലോക്സഭയെ കഴിഞ്ഞ ആഴ്ച പ്രക്ഷുബ്ധമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ആഗോള അയ്യപ്പ സംഗമവും സർക്കാരിന് തിരിച്ചടിയാകുന്നു. അയ്യപ്പ സംഗമം സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. 10 ദിവസത്തിനുള്ളിൽ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ കൃത്യമായ കണക്ക് നൽകാനാണ് നിർദ്ദേശം. അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3,40,00,000 രൂപയുടെ നഷ്ടമെന്നാണ് സൂചന. ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പരിപാടിക്കായി സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ പണം കൈപ്പറ്റാൻ പാടില്ലെന്ന കോടതി നിർദ്ദേശം പാലിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. ബോർഡ് മുൻകൂറായി 3 കോടി നൽകിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. അയ്യപ്പ സംഗമവും SIT അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. 4 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടി. ബാക്കി കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല, ദേവസ്വം ബോർഡോട് ചോദിച്ചാലേ അറിയുള്ളൂ. കാരണം അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ 1 രൂപയോ 1 നയ പൈസയോ ഒരാൾക്കും ഗവൺമെന്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമില്ല. അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിന്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീക്ക് ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ നടപടി സുപ്രീം കോടതി നീട്ടി. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് നീട്ടിയ സുപ്രീം കോടതി ഫെബ്രുവരി 18-ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ജയശ്രീയുടെ ഹർജി പരിഗണിച്ചത്. അതേസമയം കേസിൽ ജയശ്രീയുടെ പങ്ക് വ്യക്തമാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരുന്നു. ബോർഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് ജയശ്രീ പ്രവർത്തിച്ചതെന്നും ജയശ്രീയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ SIT ആവശ്യപ്പെട്ടു. അതിനിടെയാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേസ് പരിഗണിക്കവേ ബെഞ്ചിലെ മറ്റൊരു അംഗമായ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ ചില പരാമർശങ്ങൾ നടത്തി. ശബരിമലയിലെ കൊടിമരത്തിൽ നിന്നടക്കം മുഴുവൻ സ്വർണവും അടിച്ചുമാറ്റിയെന്ന വാർത്താക്കുറിപ്പ് കണ്ടുവെന്ന് പറഞ്ഞ ജസ്റ്റിസ് ജയശ്രീയുടെ ഗുരുതരമായ അസുഖത്തിന് എയിംസിൽ ചികിത്സ ഒരുക്കാമെന്നും കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്ന് ആരായുകയും ചെയ്തു. പിന്നീട് ജഡ്ജിമാർ തമ്മിൽ കൂടിയാലോചന നടത്തിയാണ് അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് നീട്ടിയത്.
ജയശ്രീ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് തിരുത്തിയെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ചെമ്പുപാളികൾ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞതാണെന്നറിഞ്ഞിട്ടും ചെമ്പ് പൂശിയതാണെന്ന് ജയശ്രീ രേഖപ്പെടുത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല കൊടിമര പുനർനിർമ്മാണ കേസിൽ ഫയലുകൾ ആവശ്യപ്പെടാൻ വിജിലൻസ്. ഇത് സംബന്ധിച്ച് SITക്ക് കത്ത് നൽകും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഈ ഫയലുകൾ SIT കസ്റ്റഡിയിലെടുത്തിരുന്നു. 30 ദിവസത്തിനകം ത്വരിതാന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇന്നലെ തന്നെ ഒരു SP-യുടെയും 2 DYSP-മാരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് ദേവസ്വം ബോർഡിനോട് ഫയലുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫയലുകൾ SITക്ക് കൈമാറിയെന്ന് മറുപടി നൽകി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസുവിനും ജാമ്യം. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ N. വാസുവിനും കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതോടെ കേസിൽ ജയിൽ മോചിതരാകുന്ന പ്രതികളുടെ എണ്ണം 5 ആയി. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് വീണ്ടും നീട്ടി. കഴിഞ്ഞ നവംബർ 11 അറസ്റ്റിലായ N. വാസു റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ വാദം കേട്ട കോടതി വാസുവിന് സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് ജാമ്യം ലഭിക്കാൻ കാരണമായത്. കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുൾപ്പെടെ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. മുരാരി ബാബു, S. ശ്രീകുമാർ, സുധീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരാണ് നേരത്തെ ജയിൽ മോചിതരായത്. ഇതിന് പിന്നാലെയാണ് N. വാസുവും ജയിൽ മോചിതനാകുന്നത്. ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിലെ 3ാം പ്രതിയാണ് N. വാസു. ഇതോടെ SITക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഇതുവരെ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ SIT തയ്യാറായിട്ടില്ല. ഇത് കൂടുതൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ സാഹചര്യം ഒരുക്കുകയാണ്. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിൽ തുടരും. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. റിമാൻഡിൽ കഴിയുന്ന A. പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളും വരും ദിവസങ്ങളിൽ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കും. അമൃത ന്യൂസ്, കൊല്ലം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കും. INTUC കേരളത്തിൽ പ്രത്യേകമായാണ് പണിമുടക്കുക. അതേസമയം പണിമുടക്കിൽ BMS പങ്കെടുക്കുന്നില്ല. ഷോപ്പിംഗ് മാളുകൾ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായും നിശ്ചലമാകും. ഒപ്പം കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കും. മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല. ഓട്ടോ, ബസ്, കാർ, ലോറി തുടങ്ങി മോട്ടോർ തൊഴിലാളികൾ, ഷോപ്പ് എംപ്ലോയീസ്, മത്സ്യവിപണനം, വിതരണ രംഗം, വഴിയോര കച്ചവട തൊഴിലാളികൾ, പ്രസ് ജീവനക്കാർ, നിർമ്മാണം, കയറ്റിറക്ക് തൊഴിലാളികൾ തുടങ്ങിയവരും പണിമുടക്കും. എന്നാൽ അവശ്യ സർവീസുകളായ പാൽ, പത്രം, ആശുപത്രികൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ തീർത്ഥാടന വാഹനങ്ങളെയും മരാമൺ കൺവെൻഷനിലേക്കുള്ള യാത്രക്കാരെയും സമരത്തിൽ നിന്ന് ഒഴിവാക്കി. KSRTCയിലെ ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ സർവീസ് മുടങ്ങാനാണ് സാധ്യത. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ടാക്സി സേവനം പതിവ് പോലെ നടക്കുമെന്ന് ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പണിമുടക്ക് ദിവസം കൊച്ചി മെട്രോ ട്രെയിൻ, വാട്ടർ മെട്രോ സർവീസുകളെ ബാധിക്കില്ല. പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് കൊച്ചി മെട്രോ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വന്ദേമാതരം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. എല്ലാ സർക്കാർ പരിപാടികളിലും വിദ്യാലയങ്ങളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി. ദേശീയഗീതം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നും പുതിയ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ഇന്ന് രാവിലെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. എല്ലാ സർക്കാർ പരിപാടികളിലും സ്കൂൾ പ്രോഗ്രാമുകളിലും ദേശീയഗാനത്തിന് പിന്നാലെ വന്ദേമാതരം ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്മ പോലെയുള്ള പുരസ്കാരദാന ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന മറ്റെല്ലാ ചടങ്ങുകളിലും വന്ദേമാതരം നിർബന്ധമാണ്. രാഷ്ട്രപതി വരുന്ന സമയത്തും പോകുന്ന സമയത്തും വന്ദേമാതരം ആലപിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം തിയേറ്ററുകളിൽ നിർബന്ധമില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. 1937 കോൺഗ്രസ് ഒഴിവാക്കിയ 4 പദ്യങ്ങൾ ചേർത്ത്
6 പദ്യങ്ങളും ആലപിക്കണമെന്നാണ് നിർദ്ദേശം. ദേശീയഗാനത്തിന് നിലവിലുള്ള പ്രോട്ടോകോളുകൾ ദേശീയ ഗീതത്തിനും ബാധകമാക്കുന്നതിന്റെ ഭാഗമായാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ദേശീയഗാനത്തിന് തുല്യമായ പദവി വന്ദേമാതരത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് വിവിധ കോടതികളിൽ ഹർജികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. 1971 ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ നിയമത്തിൽ നിലവിൽ വന്ദേമാതരത്തിന് പ്രത്യേക സംരക്ഷണം നൽകുന്നില്ല. ഇത് ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. കഴിഞ്ഞ വർഷം ഇതു സംബന്ധിച്ച് BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ നിർദ്ദേശം വിവാദത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിശുദ്ധ റമലാൻ മാസമാഗതമായിരിക്കെ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും അൽ സഫ ജാലിയാത്തും സംയുക്തമായി അഖ്ലൻ റമദാൻ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ലേൺ ദി ഖുർആൻ പരീക്ഷയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഷറഫിയ അൽ അബീർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അഹ്ലൻ റമദാൻ പരിപാടി KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. എപ്സ്റ്റീൻ ഫയൽസ് ആധുനിക ലോകം സാംസ്കാരികമായി പിന്നോട്ട് സഞ്ചരിക്കുകയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായി ഹുസൈൻ മടവൂർ പറഞ്ഞു. ദൈവിക നിയമങ്ങളുടെ അനിവാര്യതയും ഇത്തരം സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മനുഷ്യനാഗരികതയുടെ എല്ലാ ഘട്ടങ്ങളിലും മാർഗദർശകമായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നതായി തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുനൈസ് പാപ്പിനശ്ശേരി അഭിപ്രായപ്പെട്ടു. റമദാനിന്റെ മഹത്വം മുഴുവൻ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് നേർമാർഗമായി കൊണ്ട്, ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ട്, ഏത് കാലത്തുമുള്ള ജനങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ മാർഗദർശനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിയിൽ ലേൺ ദ ഖുർആൻ പരീക്ഷയിൽ വിജയികളായവരെ ആദരിച്ചു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ, യൂസുഫ് ഫദൽ, ഡോക്ടർ ഇമ്രാൻ എന്നിവർ ആശംസ അറിയിച്ചു. സെന്റർ പ്രസിഡന്റ് അബ്ബാസ് ചമ്പൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് നൂരിഷ വള്ളിക്കുന്ന്, ഷിഹാബ് സലഫി എന്നിവർ സംസാരിച്ചു. സുൽഫിഖ്റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. റമദാൻ മാസത്തിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കരുതെന്ന നിർദ്ദേശവുമായി UAE സാമ്പത്തിക വിനോദ സഞ്ചാര വകുപ്പ്. ഭക്ഷ്യ എണ്ണ, പാലുൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 9 അവശ്യ സാധനങ്ങളുടെ വില വർധനവാണ് തടഞ്ഞത്. വില സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായി മന്ത്രാലയം റമദാൻ മാസത്തിൽ കർശനമായ പരിശോധനാ ക്യാമ്പയിൻ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. റമദാൻ മാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് UAE. വിശുദ്ധ മാസത്തിൽ രാജ്യത്ത് താമസിക്കുന്നവരുടെ കുടുംബ ബജറ്റ് താളം തെറ്റാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് UAE സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പ് കച്ചവട സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഭക്ഷ്യ എണ്ണ, മുട്ട, പാല്, പാലുൽപ്പന്നങ്ങൾ, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ, കോഴിയിറച്ചി, അരി, ബ്രെഡ്, ഗോതമ്പ് എന്നിവ അവശ്യ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി വില സ്ഥിരത ഏർപ്പെടുത്തി. ഈ ഉൽപ്പന്നങ്ങളുടെ വില മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയോടെ മാത്രമേ വർദ്ധിപ്പിക്കാൻ സാധിക്കൂ. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, വിപണി സ്ഥിരത ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നിർദ്ദേശമെന്ന് UAE സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മർലി വ്യക്തമാക്കി. വില സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായി പ്രാദേശിക വകുപ്പുകളുമായി ചേർന്ന് 420 പരിശോധനകൾ നടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. നിർദ്ദേശം ലംഘിച്ചതായി കണ്ടെത്തിയാൽ പിഴയുൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. അമൃത ന്യൂസ്, ദുബായ്. പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ സൗദിയിലെത്തിയ ഏറനാട് MLA PK ബഷീറിനെ ജിദ്ദ ഏറനാട് മണ്ഡലം KMCCയും എടവണ്ണ മഹല്ല് കമ്മിറ്റിയും ഊഷ്മള സ്വീകരണം സ്വീകരിച്ചു. വയനാട് പ്രളയബാധിതർക്ക് മുസ്ലിം ലീഗ് നൽകാൻ ഉദ്ദേശിച്ച വീടുകൾ സമയബന്ധിതമായി നൽകുമെന്ന് PK ബഷീർ പറഞ്ഞു. ജിദ്ദ വോക്കോ ഹോട്ടലിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ഏറനാട് മണ്ഡലം KMCCക്ക് വേണ്ടി സുൽഫിക്കർക്ക്, മൊയ്തീൻ കുട്ടിക്കാവനൂർ, മൻസൂർ KC എന്നിവർ PK ബഷീർ MLAയെ ബൊക്ക നൽകി സ്വീകരിച്ചു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും UDF നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും PK ബഷീർ പറഞ്ഞു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100 സീറ്റുമായി അധികാരത്തിൽ തിരിച്ചുവരും. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിലെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിനും ബുദ്ധിമുട്ടിക്കുകയും എല്ലാ രംഗത്തും മുരടിപ്പുണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ് പിണറായി സർക്കാർ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. മുസ്ലിം ലീഗിന്റെ മുഖമുദ്രയാണ് കാരുണ്യ പ്രവർത്തനമെന്നും PK ബഷീർ വ്യക്തമാക്കി. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഡയാറ്റ് സെന്ററുകളും അതുപോലെ തന്നെ മറ്റ് ബൈത്തുറഹ്മാൻ പദ്ധതികളും ഒക്കെ മുസ്ലിം ലീഗ് വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരിതം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടി
അവിടെ ചൂരന്മല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു. 105 ആളുകൾക്കാണ് പാർട്ടി 11.25 ഏക്കർ സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകുന്നത്. അതിൽ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ 51 വീടുകളുടെ താക്കോൽദാനം ഈ മാസം 28-ാം തീയതി സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാന്യായ ആദരണീയനായ പാണക്കാട് സെയ്ദ് സാദിഖ് ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. അതിൽ 2ാം ഘട്ടം മെയ് മാസം അവസാനമാകുമ്പോഴേക്കും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കി 105 പേർക്കും വീട് നിർമ്മിച്ചു നൽകും. KMCC നേതാക്കളായ VP മുസ്തഫ, സാബിർ മമ്പാട്, സയ്യിദ് അലവി കോഴിമണ്ണ, മുസ്തഫ കോയിശ്ശേരി എന്നിവർ സന്നിധരായിരുന്നു. എടവണ്ണ മഹൽ കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റി ഭാരവാഹികളായ സക്കീർ എടവണ്ണ, ഇക്ബാൽ മാസ്റ്റർ, ജമാൽ PC, സമീർ കടവത്ത്, റിയാദ് ഖാൻ എന്നിവരും സ്വീകരണം നൽകി. സുൽഫിഖ്റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നവർക്കായി പ്രോട്ടീൻ ബാർ ചോക്ലേറ്റ് വിപണിയിലിറക്കി UAE-യിലെ പ്രീമിയം ചോക്ലേറ്റ് ബ്രാൻഡായ ലേ മാക്രോൺസ് ചോക്ലേറ്റിയർ. ഉയർന്ന നിലവാരമുള്ള കൊക്കോയും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കപ്പെട്ട അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീൻ ബാർ ചോക്ലേറ്റ് ആരോഗ്യബോധമുള്ള ഉപഭോക്താക്കൾക്ക് യോജിച്ച ഭക്ഷ്യോൽപ്പന്നമാണെന്ന് നിർമ്മാതാക്കൾ അജ്മാനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1962-ൽ സ്ഥാപിതമായ ബിൻ റയാൻ ഗ്രൂപ്പിന്റെ ഭാഗമായാണ് 2018-ൽ UAE-യിലെ ലേ മാക്രോൺസ് ചോക്ലേറ്റിയർ ആരംഭിച്ചത്. പ്രീമിയം ചോക്ലേറ്റുകൾ, മാക്രോണുകൾ, ഡേറ്റ്സ്, കുക്കീസ്, കസ്റ്റം മെയ്ഡ് ആക്സസറികൾ എന്നിവയിലൂടെ വിപണിയിൽ ശ്രദ്ധേയമായ സ്ഥാനം സ്ഥാപനം ഇതിനകം ഉറപ്പിച്ചിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റഹ്മാൻ, ഷെഫ് സിസിര രണസിംഹ, മാർക്കറ്റിംഗ് മാനേജർ ഹനിയ, സെയിൽസ് മാനേജർ റൈസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അനുമതിയില്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന 230 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കഴിഞ്ഞ വർഷം പൂട്ടിയതായി UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്തതും ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കാത്തതുമായ സമൂഹമാധ്യമ അക്കൗണ്ടുകളാണ് നിർത്തലാക്കിയത്. ഗാർഹിക തൊഴിലാളികളെ ആവശ്യമുള്ള സ്വദേശികൾക്കും താമസക്കാർക്കും മികച്ച സേവനം ഉറപ്പാക്കുന്നതിനായി ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളുടെ മേൽ കർശനമായ നിരീക്ഷണം തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കുവൈറ്റിലെ സജീവ സാന്നിധ്യമായ സാന്ത്വനം കുവൈറ്റ് 25 പ്രവർത്തന വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സിൽവർ ജൂബിലി സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 13 വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഹാളിൽ നടക്കുന്ന പൊതുയോഗത്തിൽ സംഘടനാംഗങ്ങളും അഭ്യുദയകാംക്ഷികളും ഒപ്പം കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും. അംഗങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മുൻനിർത്തി നിർധന രോഗികൾക്ക് വേണ്ടി കൂടുതൽ ഉപകാരപ്രദവും കാര്യക്ഷമവുമായ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള പൊതുചർച്ചയും പൊതുയോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2025 വർഷത്തെ പ്രവർത്തന വിവരങ്ങൾ സമഗ്രമായി ഉൾക്കൊള്ളുന്ന വാർഷിക സുവനീറായ സ്മരണിക 2025 സിൽവർ ജൂബിലി പ്രത്യേക പതിപ്പായി ഈ യോഗത്തിൽ വച്ച് പ്രകാശനം ചെയ്യും. കഴിഞ്ഞ 25 വർഷങ്ങളിലെ പ്രവർത്തന കാലയളവിൽ 20 കോടിയിലേറെ രൂപ രോഗചികിത്സ, വിദ്യാഭ്യാസ, കുടുംബ സഹായ, ദുരിതാശ്വാസ സേവനങ്ങൾക്കായി നിർധന രോഗികൾക്കും മറ്റ് ദുർബല ജനവിഭാഗങ്ങൾക്കും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എത്തിച്ചു നൽകുവാൻ സാന്ത്വനം കുവൈറ്റിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 3 യാത്രക്കാരിൽ നിന്ന് മയക്കുമരുന്ന് വസ്തുക്കൾ പിടിച്ചെടുത്തു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യത്യസ്ത ടെർമിനലുകളിൽ നിന്നാണ് കസ്റ്റംസ് അധികൃതർ മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. ഇവരിൽ ഒരാൾ ഡൽഹിയിൽ നിന്നും എത്തിയ യാത്രക്കാരനാണ്. മറ്റൊരു യാത്രക്കാരിൽ നിന്ന് 205 ഗ്രാം ഭാരമുള്ള ഹാഷിഷാണ് പിടികൂടിയത്. ടെർമിനൽ 1-ലെത്തിയ ഒരു യാത്രക്കാരിൽ നിന്ന് 188 ഗ്രാം ഭാരമുള്ള ഹാഷിഷും മറ്റൊരു യാത്രക്കാരിൽ നിന്ന് കുറിപ്പടിയില്ലാതെ കൊണ്ടുവന്ന 26 ഗ്രാം ഭാരമുള്ള മയക്കുമരുന്ന് ഗുളികകളും പിടികൂടി. ഇവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. കേരള സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക് വീഡിയോ അവാർഡിന് കുവൈറ്റിലെ മലയാളി വിദ്യാർത്ഥി അർഹനായി. ഇന്ത്യ ഇന്റർനാഷണൽ കുവൈറ്റ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ജീവ ജിഗു സദാശിവനാണ് മികച്ച ബാലഗായകനുള്ള പുരസ്കാരം ലഭിച്ചത്. പൊന്നോമൽ, പൊന്നിൻ തിരുവോണം, കണ്ണാ നീയെവിടെ എന്നീ മ്യൂസിക്കൽ ആൽബങ്ങളിലെ ഗാനാലാപനത്തിനാണ് ജീവ അവാർഡിന് അർഹത നേടിയത്. നേരത്തെ സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമി തിരുവനന്തപുരം സംഘടിപ്പിച്ച 7ാമത് മ്യൂസിക് അവാർഡിനും ജീവ അർഹനായിരുന്നു. മലപ്പുറം എടപ്പാൾ സ്വദേശികളായ ജിഗു സദാശിവൻ, ജിഷ ദമ്പതികളുടെ മകനാണ്. 10 വയസ്സുകാരനായ ഈ പ്രതിഭ ഫെബ്രുവരി 17 കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉത്സവ് 2026 വേദിയിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു.
കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലുണ്ടായ വെടിവയ്പിൽ അക്രമി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. ഉച്ചയോടെയാണ് ടംബ്ലർ റിഡ്ജിനെ നടുക്കിയ സംഭവമുണ്ടായത്. സ്കൂളിനുള്ളിൽ 6 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത്. സ്കൂളിനടുത്തുള്ള 2 വീടുകളിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് അറിയിച്ചു. പരിക്കേറ്റ 25ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. കൈകൾ പിന്നിൽ കെട്ടി വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയ അക്രമി സ്വയം വെടിവെച്ച് മരിച്ചതെന്നാണ് പോലീസ് നിഗമനം. സ്ത്രീയാണ് അക്രമിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ സ്കൂളിലുണ്ടായ ഏറ്റവും വലിയ വെടിവയ്പ്പുകളിൽ ഒന്നാണ് ഇത്. കോഴിക്കോട് അമൃതാനന്ദമയി മഠത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാദിന വാർഷിക പരിപാടികൾ നടന്നു. 33ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പൂജകൾക്ക് കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി നേതൃത്വം നൽകി. കോഴിക്കോട് അമൃതാനന്ദമയി മഠത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാദിന വാർഷിക പരിപാടികളോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, കറുക ഹോമം, നവഗ്രഹ ഹോമം എന്നിവ നടന്നു. കലശപൂജ, ദേവീപൂജ, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയും ഉണ്ടായിരുന്നു. ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യ, ബ്രഹ്മചാരി വിനായകാമൃത ചൈതന്യ, ബ്രഹ്മചാരി രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹോമങ്ങളും പൂജകളും നടന്നത്. ചടങ്ങുകൾക്ക് കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി നേതൃത്വം നൽകി. സമൂഹത്തിൻ്റെ ഒക്കെ നന്മയ്ക്കായിട്ടും ഐശ്വര്യവും അഭിവൃദ്ധിയെല്ലാം സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠാകർമ്മമാണ് അമ്മ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ശനി ദോഷ നിവാരണ പൂജയുണ്ട്. അമ്മയുടെ ബ്രഹ്മസ്ഥാനങ്ങളിൽ വളരെ ഏറ്റവും അവസാനം ചെയ്യുന്നൊരു പൂജ അതാണ്, എല്ലാ അമ്മ വരുന്ന സമയത്തു കൂടി. അപ്പം അത് അതിനോടൊപ്പം ഈ പരിപാടി നടക്കുന്നതിനോടൊപ്പം ഈ ശനിദോഷ നിവാരണ പൂജയോട് കൂടിയാണ് ഇതിൻ്റെ സമാപനം വരുന്നത്. വളരെ ഭംഗിയായിട്ട് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനൊക്കെ വരുന്നുണ്ട്. പ്രശസ്ത നൃത്തകാരി ചാന്ദിനിയും കുമാരി സായി ലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിച്ച യശോദയും കൃഷ്ണനും എന്ന മോഹിനിയാട്ടവും അരങ്ങേറി. കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധുവിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. സുദർശന ഹോമം, ഭഗവതി സേവ, ശനിദോഷ നിവാരണ പൂജ, ഭജന, ആരതി എന്നിവയും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. With the crest held high, one more ball and we touch the sky. അഫ്ഗാനിസ്ഥാനെതിരെ സൂപ്പർ ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയം. നിശ്ചിത ഓവറിൽ മത്സരം പൂർത്തിയായപ്പോൾ ഇരു ടീമുകളും 187 റൺസ് എന്ന നിലയിൽ ഒപ്പത്തിനൊപ്പമായതോടെയാണ് കളി സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയത്. തുടർന്ന് സൂപ്പർ ഓവറിലും സമനിലയാവുകയായിരുന്നു. ഇതോടെ 2ാം സൂപ്പർ ഓവറിലാണ് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് സൗത്ത് ആഫ്രിക്ക വിജയിച്ചത്. 2 സൂപ്പർ ഓവറിലുമായി സൗത്ത് ആഫ്രിക്ക വിക്കറ്റുകൾ നഷ്ടമാകാതെ 23 റൺസ് എടുത്തു. അഫ്ഗാനിസ്ഥാന് 2 വിക്കറ്റ് നഷ്ടത്തിൽ 19 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. T20 ലോകകപ്പിൽ നമീബയ്ക്കെതിരായ നാളത്തെ മത്സരത്തിൽ ഓപ്പണർ അഭിഷേക് ശർമ്മ കളിച്ചേക്കില്ല. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ കടുത്ത പനിയും വയറുവേദനയും മൂലം ഫീൽഡിംഗിനിറങ്ങിയിരുന്നില്ല. ബാറ്റിംഗിനിറങ്ങിയപ്പോൾ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായ അഭിഷേക് വാങ്കഡയിൽ നിരാശപ്പെടുത്തുകയും ചെയ്തു. അഭിഷേക് കളിച്ചില്ലെങ്കിൽ മലയാളി താരം സഞ്ജു സാംസൺ അന്തിമ 11-ലെത്തിയേക്കും. മിഡ് ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.